ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരഭാരതത്തിലെ പൂർവകൗള കുണ്ടലിനി യോഗത്തിൽ നിന്നും ദക്ഷിണ ഭാരതത്തിൽ ശ്രീവിദ്യയുടെ പൂർവ സമയാചാര സാധനയിലേക്ക് ക്രമേണ സംഭവിച്ച മാറ്റം ശ്രദ്ധേയമാണ്. പൂർവകൗള കുണ്ടലിനി യോഗം, പൂർവ സമയാചാരം, വളരെ പ്രാധാന്യമർഹിക്കുന്ന പദപ്രയോഗങ്ങളാണ് ഈ രണ്ടും. ഈ ഒരു പരിണാമം കുറിച്ച് വിസ്തരിച്ച് ഇതിൻ്റെ മുമ്പിലത്തെ രണ്ട് ഭാഗങ്ങളിലും സംവാദിച്ചതായിരുന്നു. പൂർവസമയാചാരത്തിൻ്റെ ആരാധനാക്രമത്തിൽ കുണ്ടലിനി ശക്തിയായി രൂപം കൊള്ളുന്നത് ശ്രീവിദ്യാ പരദേവതയായ ശ്രീ മഹാത്രിപുരസുന്ദരി തന്നെയാണ്. എന്നാൽ ശ്രീ ലക്ഷ്മീധരാചാര്യർ നിർദ്ദേശിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അനുഷ്ഠാന രീതി ആയിരുന്ന കുണ്ടലിനി സാധന അഥവാ ആന്തരിക ത്രിപുരസുന്ദരി ഉപാസന എന്നത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നാണോ എങ്കിൽ അല്ല. 6 വിധത്തിലുള്ള ഐക്യാനുസന്ധാനം പറയുന്നുണ്ട്. ഇത് ആദ്യം സാധിച്ചതിന് ശേഷം അതിരഹസ്യ സാധനയായിട്ടുള്ള മഹാവേദസിദ്ധി ശിഷ്യൻ ഗുരുകടാക്ഷത്താലും നിരന്തര അഭ്യാസത്താലും കൈവരിക്കണം. അതോടുകൂടി ഷഡ്ചക്രജ്ഞാനം, അതായത് സൂക്ഷ്മ ശരീരത്തിലെ 6 ആധാരചക്രങ്ങളുടെയും കൃത്യമായ സ്ഥാനങ്ങളെ തിരിച്ചറിഞ്ഞുള്ള അവയുടെ അഭിജ്ഞാന അനുഭൂതി സാധകന് സാധ്യമാകുന്നു. ഷഡ്ചക്രപൂജാ പ്രകാരോപദേശേന ഷഡ്വിധ ഐക്യാനുസന്ധാന ഉപദേശവശാത് മഹാവേദഃ ശൈവഃ സാധാഖ്യയാഃ പ്രകാശരൂപോ ജായത്തെ ഇതി ഗുരുരഹസ്യം. ശൈവ സാധാഖ്യകലയെ പ്രകാശിപ്പിക്കുന്ന ഈ മഹാവേദസിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മഹത്വം കൊണ്ട് മൂലാധാര സ്വാധിഷ്ഠാനങ്ങളാകുന്ന 2 ചക്രങ്ങളെയും വേഗത്തിൽ ഭേദിച്ചിട്ട് സാധകന്റെ മണിപൂര ചക്രത്തിൽ പ്രത്യക്ഷീഭവിക്കുന്നു സമയയായ പരദേവത ശ്രീ മഹാത്രിപുരസുന്ദരി. ഗുരുകടാക്ഷ സംജാത മഹാവേദ മഹിംന ഭഗവതി ഝടിതി മൂലാധാര സ്വാധിഷ്ഠാനാത്മക ചക്രദ്വയം ഭിത്വാ മണിപൂരെ പ്രത്യക്ഷം പ്രതിഭാതി എന്ന് ഈ വസ്തുതയെയാണ് ശ്രീ ലക്ഷ്മീധരാചാര്യർ പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് സമയി എന്നറിയപ്പെടുന്ന സമയാചാരത്തിൻ്റെ ഉപാസകൻ ആന്തരിക പൂജ ആദ്യം നിർവഹിക്കുന്നത്. അവിടെ അർഘ്യം, പാദ്യം മുതലായവ ചെയ്ത് ദേവിയെ പൂജിക്കണം. എന്നിട്ട് ആജ്ഞാചക്രത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ ധൂപദീപാദികളോടുള്ള പൂജയും, വിശുദ്ധി ചക്രത്തിൽ ഷോഡശ ചന്ദ്രകലാരൂപിണിയായി, അതായത് തിഥി നിത്യാദേവതാ സ്വരൂപിണിയായി പൂജയും നടത്തണം. ബാഹ്യമായിട്ടല്ല, എല്ലാം ആന്തരികമായി. ഇതുപോലെ തന്നെ സഹസ്രാരം വരെ എല്ലാം സൂക്ഷ്മ ശരീരത്തിലുള്ള ആധാരചക്രങ്ങളുടെ ആന്തരിക അനുഭൂതിയിൽ കൂടി തന്നെ പൂജ നിർവഹിക്കണം. സമയിനാം സഹസ്രാര കമലപര്യന്തം ആന്തരപൂജ കർത്തവ്യ. ഒടുവിൽ സഹസ്രാര കമലത്തിൽ ശ്രീചക്ര ബിന്ദുവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന സാദാഖ്യ തത്വത്തിൻ്റെ, സാദാഖ്യ കലയുടെ അചഞ്ചലമായ ധ്യാനത്തിൽ സാധകൻ നിരതനായിരിക്കണം. ബിന്ദുമണ്ഡലത്തിലെ ശിവശക്തി സാമരസ്യം തന്നെയാണ് ഈ സാദാഖ്യ കല. എല്ലാവർക്കും എളുപ്പത്തിൽ ആചരിക്കാൻ അസാധ്യമായതും സംസിദ്ധനായ ഒരു ഗുരുവിൻ്റെ സഹായത്തോടെയല്ലാതെ അഭ്യസിക്കാൻ കഴിയാത്തതുമായ ശ്രീ ലക്ഷ്മീധരാചാര്യർ വിവരിക്കുന്ന പൂർവസമയാചാര സാധനയുടെ രൂപം ഇതാണ്. മഹാവേദസിദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആവശ്യമുള്ള സകല പരിശീലനങ്ങളും പൂർത്തിയാക്കിയ ഒരു ശിഷ്യന്റെ ആധാരചക്രങ്ങളുടെ അനുഭൂതിക്കും കുണ്ടലിനി ഉത്ഥാപനത്തിനും വേണ്ടി കൗളസിദ്ധനായ ഗുരു നിർവഹിക്കുന്ന ക്രിയയാണ് പൂർവകൗളമാർഗത്തിൻ്റെ യോഗപാദത്തിലെ വേദദീക്ഷ എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ മനസ്സിലാക്കിയിരുന്നു. വേദദീക്ഷയിൽ കൂടി നേടുന്ന സിദ്ധിയാണ് ഈ മഹാവേദസിദ്ധി. ശ്രീ ലക്ഷ്മീധരാചാര്യരുടെ ഈ ആന്തരിക സമയ സാധനയെക്കുറിച്ച് കുറച്ചും കൂടിയും പറയാനുണ്ട്. ചന്ദ്രൻ്റെ 15 തിഥികളുമായി യോജിച്ചാണ് ഈ സാധന നിർവഹിക്കപ്പെടുന്നത്. കുറച്ച് ദുർഗ്രാഹ്യവും അവ്യക്തവുമാണെങ്കിലും സുഭഗോദയസ്തുതിയിലെ ഈ 2 ശ്ലോകങ്ങളുടെ വിവരണത്തിൽ കൂടി ആ പുരാതനമായ പൂർവസമയാചാര പാരമ്പര്യത്തിലെ തപസ്യാനിരതരായ ഉപാസകർ എത്ര നിഷ്ഠയോടെയും
ക്രമബദ്ധമായ രീതിയിലുമാണ് ഈ ഒരു സാധനാ പദ്ധതിയെ ആചരിച്ചു പോന്നിരുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. കലായാഹ ഷോഡശ്യാഹ പ്രതിഫലിത ബിംബേന സഹിതം തദീയൈഃ പീയൂഷൈഃ പുനരധികമാപ്ലാചിതതനുഃ സിതേ പക്ഷേ സർവാസ്ഥിതയ ഇഹ കൃഷ്ണേപി ച സമാ യദാ ച അമാവാസ്യാ ഭവതി നഹി പൂജാ സമയിനാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? കലായാഹ ഷോഡശ്യാഹ പ്രതിഫലിത ബിംബേന സഹിതം തദീയൈഃ പീയൂഷൈഃ പുനരധികമാപ്ലാചിതതനുഃ. അതായത് കുണ്ടലിനി സ്വരൂപിണിയായ ശ്രീ മഹാത്രിപുരസുന്ദരീ ദേവിയുടെ സാദ എന്ന പേരുള്ള ഷോഡശീ കല 15 തിഥികളെയും പ്രതിബിംബസഹിതം ആധാരചക്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അതുകൊണ്ട് ചന്ദ്രമണ്ഡലത്തിൽ നിന്നും അധികമായി അമൃതം സ്രവിപ്പിച്ച് ഉപാസകന്റെ ശരീരത്തെ നനയ്ക്കുകയും ചെയ്യുന്നു. സിതേ പക്ഷേ സർവാഹ തിഥയ ഇഹ കൃഷ്ണേ അപി സമ. ഇത് ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും എല്ലാ തിഥികൾക്കും സമമാണ്. പക്ഷേ അമാവാസ്യയിൽ ഇത് സംഭവിക്കാത്തത് കൊണ്ട് സമയാചാരത്തിലെ ഉപാസകർക്ക് അമാവാസ്യയിൽ പൂജ നിഷിദ്ധമാണ്. അമാവാസ്യ പൂജ നഹി സമയിനാം. ഇനി അടുത്ത ശ്ലോകം. ഇടായാം പിംഗള്യാം ചരതൈഹ തൗ സൂര്യശശിനൗ തമസ്യാധാരേ തൗ യതി തു മിലിതൗ സാ തിഥിർ അമാ തദാജ്ഞാചക്രസ്ഥം ശിശിരകരബിംബേ രവിനിഭം ദൃഢവ്യാലീഢം സദ്വികളിത സുധാസാര വിസരം. ഇട പിങ്കള നാഡികളിൽ സൂര്യചന്ദ്രന്മാർ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാർ മൂലാധാര ചക്രത്തിൽ പരസ്പരം സന്ധിക്കുമ്പോൾ മേളിക്കുമ്പോഴാണ് സാ തിഥി അമാ, അത് അമാവാസ്യ തിഥിയാകുന്നത്. അപ്പോൾ തമസി ആധാരെ, മൂലാധാരം അന്ധകാരത്തിൽ ആഴുന്നു. ആ അമാവാസ്യ തിഥിയിൽ ആജ്ഞാചക്രത്തിലുള്ള ശശിബിംബത്തിൽ സൂര്യന്റെ പ്രകാശം വീഴുന്നില്ല. അതുകൊണ്ട് സുധാവർഷം വികളിതമാവുകയും നാഡികൾ വരണ്ടു പോവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് അമൃതപാനം ഭേദിക്കപ്പെടുന്ന കുണ്ടലിനി ശക്തി ഉണരുന്നതിന് കാരണമായും ഇത് ഭവിക്കുന്നു. അതുകൊണ്ടാണ് അമാവാസ്യയിൽ സമയികൾക്ക് പൂജ നിഷിദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തൊരു സങ്കീർണമായ വിഷമകരമായ ഒരു അനുഷ്ഠാന ക്രിയയെ ആണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട്. സാധകന്റെ പരിശ്രമത്തോടുകൂടി സമയ എന്ന ഭാവത്തിൽ കുണ്ടലിനി ശക്തിയെ മൂലാധാരത്തിൽ നിന്നും ഉയർത്തി പടിപ്പടിയായി സൂക്ഷ്മ ശരീരത്തിലെ ഓരോ ആവരണത്തിലും പ്രത്യക്ഷമാവുന്നത് ദർശിച്ച് ഉപാസിക്കുന്നതാണ് അനുവദനീയമായിട്ടുള്ളത്. സമയിനാം സഹസ്രാര കമല പര്യന്തം ആന്തരപൂജ കർത്തവ്യ എന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആന്തരിക പൂജ. കുണ്ടലിനി ശക്തിയുടെ താനേയുള്ള നിയന്ത്രണം വിട്ടുള്ള ഉയർച്ച തടയാനാണ് അതിന് സാധ്യതയുള്ള അമാവാസ്യയിൽ സാധകൻ സമയപൂജയ്ക്ക് മുതിരരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മഹായോഗ സമയീ സപര്യ എന്നറിയപ്പെടുന്ന ഇതാണ് ബാഹ്യപൂജകൾ ഒഴിച്ചുള്ള ആന്തരികമായ ശ്രീചക്ര പൂജനം. ശ്രീ ലക്ഷ്മീധരാചാര്യർ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിൽ പ്രകീർത്തിക്കുന്ന സമയപൂജ. സമയിനാം മന്ത്രസ്യ പുരസ്ചരണം നാസ്തി, ജപോ നാസ്തി, ബാഹ്യഹോമഃ അപി നാസ്തി, ബാഹ്യപൂജാവിധയോ ന സന്ത്യേവ, ഹൃത്കമലയേവ സർവം യാവത് അനുഷ്ഠേയം, ദഹരാകാശജം നാമ ഹൃദയാകാശാവകാശേ ചക്രസ്യ പൂജനം, ഇതമേവ സമയപൂജേത്യാഹു സമയിനഃ എന്നാണ് ശ്രീ ലക്ഷ്മീധരാചാര്യർ സമയപൂജയെ നിർവചിച്ചിരിക്കുന്നത്. അതായത് സമയികൾക്ക് മന്ത്രപുരസ്ചരണമില്ല, ബാഹ്യപൂജാ ഹോമം ഒന്നുമില്ല. കുണ്ടലിനി സ്വരൂപയായ ശ്രീ മഹാത്രിപുരസുന്ദരിക്ക് ഹൃദയകമലത്തിലുള്ള ശ്രീചക്ര പൂജ സാധന മാത്രമാണ് അമാവാസ്യ ഒഴിച്ചുള്ള ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും നിർവഹിക്കേണ്ടത്. അതാണ് സമയമാർഗത്തിൻ്റെ സമയപൂജ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ബാഹ്യപൂജയ്ക്ക് വേണ്ട ക്രിയാകലാപങ്ങൾക്കായും അതിനുവേണ്ട സാധനങ്ങളും സാമഗ്രികളും ഒരുക്കൂട്ടുന്നതിനു വേണ്ടിയും അവർക്ക് ക്ലേശിക്കേണ്ടതുമില്ല. ബാഹ്യപൂജാനാം തത് ക്രിയാകലാപേച്ച തത് സമ്പാദനായാം ക്ലേശോ നാസ്തി സമയിനാം. ഇഹലോക ജീവിതമാകുന്ന സംസാരയാത്ര അനുവർത്തിച്ചുകൊണ്ട് തന്നെ ആത്മൈക്യം ഒന്നു മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്
സദാ സാദാഖ്യതത്വധ്യാനമാകുന്ന നേരത്തെ പറഞ്ഞ സ്വാത്മൈക്യ ഭാവനയിൽ മുഴുകി ത്രിപുരസുന്ദരി ഉപാസന നിർവഹിക്കുന്ന യോഗീശ്വരന്മാർക്ക് വേണ്ടി നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ പൂർവ്വസമയാചാരം എന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ശുഭാഗമതന്ത്രപഞ്ചകേ വൈദികമാർഗേണൈവ അനുഷ്ഠാന കലാപോ നിരൂപിത. അതായത് വസിഷ്ഠൻ, സനകൻ, ശുഗൻ, സനന്ദനൻ, സനത്കുമാരൻ എന്നീ 5 ഋഷികളാൽ നിരൂപണം ചെയ്യപ്പെട്ടതും വൈദിക മാർഗത്തിൽ നിലയുറച്ചതുമായ ശുഭാഗമ പഞ്ചക പ്രകാരം രൂപീകരിക്കപ്പെട്ടതാണ് സമയാചാരം, അതായത് പൂർവ്വസമയാചാരം എന്നും ശ്രീ ലക്ഷ്മീധരാചാര്യർ തൻ്റെ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ വൈദികരുടെ ഇടയിലാണ് ഈ സമയമാർഗം ഖ്യാതി നേടാൻ തുടങ്ങിയത് എന്ന് സാരം. ഒരു കാര്യം വ്യക്തമാണ്, ശ്രീവിദ്യയുടെ സമയമാർഗം വേറിട്ട ഒരു ഉപാസനാ പദ്ധതിയായി പൊട്ടിമുളച്ചതല്ല. അത് കാശ്മീരത്തിലെ പൂർവ്വകൗളരുടെ ശ്രീക്രമ ഉപാസനാക്രമത്തിൽ നിന്നും പിന്നെ ഉത്തരകൗളരുടെ പഞ്ചമകാരാദികളോടുകൂടിയുള്ള ഉപാസനാക്രമങ്ങളിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് തന്നെയാണ്. എങ്കിൽ ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം പഞ്ചമകാരാദി ക്രിയകളോടുകൂടിയുള്ള ഒരു ഉപാസനാക്രമത്തിനോട് ദക്ഷിണ ഭാരതത്തിലെ വൈദികർക്ക് ആകർഷണം തോന്നിയത്? വേദങ്ങൾ നിർദ്ദേശിക്കുന്ന യാഗയജ്ഞാദി ഉപാസനകളിൽ നിയുക്തരായിരിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ വൈദികർ എന്തുകൊണ്ടാണ് ഈ താന്ത്രിക ഉപാസനയിൽ വശീകൃതരായത്? ഒരു പക്ഷേ അതിലെ കുണ്ടലിനി സാധനയും അതിൽ പ്രത്യക്ഷ ഫലമായി കണ്ട സിദ്ധിയും ആയിരുന്നിരിക്കണം. നമ്മൾ ഇതുവരെ വിശദീകരിച്ച പൂർവ്വസമയമാർഗം രൂപം കൊണ്ടതിൻ്റെ കാരണം അതാവാം. ശ്രീ മത്സ്യേന്ദ്രനാഥരും ശ്രീ ഗോരഖ്നാഥരും പ്രചരിപ്പിച്ച ഹഠയോഗവും കുണ്ടലിനി യോഗസാധനയും തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക സിദ്ധസമ്പ്രദായമായി രൂപം കൊള്ളാനും അതിന് പ്രശസ്തി നേടിക്കൊടുക്കാനും വഴിയൊരുക്കിയിരുന്നു. വൈരാഗികളായ ഈ സിദ്ധന്മാരുടെ കുണ്ടലിനി പാട്ടുകളും പ്രസിദ്ധി നേടി. പക്ഷേ കഠിനമായ ഹഠയോഗാദി കായസാധനയിൽ വേരൂന്നിയ സാധനയുടെ യോഗപാദം എന്ന സമീപനം കാലാന്തരത്തിൽ സമയയായ ശ്രീ മഹാത്രിപുരസുന്ദരിയോടുള്ള ഭക്തിപരമായ ഉപാസനാ രീതിയിലേക്ക് മാറാൻ തുടങ്ങി. കുണ്ടലിനി സാധന എന്നതിനോടുള്ള ശ്രദ്ധ കുറയാനും തുടങ്ങി എന്ന് വേണം കരുതാൻ. ഇതിന് പല കാരണങ്ങളും പറയാനാവും. വൈദികമല്ലാത്ത ഈ ഒരു താന്ത്രിക ഉപാസനാ പദ്ധതി അതിവേഗത്തിൽ ദക്ഷിണ ഭാരതത്തിൽ വ്യാപിച്ച് പ്രചാരം നേടാൻ തുടങ്ങിയതോടെ കഴിവും യോഗ്യതയുമുള്ള ആചാര്യന്മാരുടെ എണ്ണവും കുറയാൻ തുടങ്ങിയിട്ടുണ്ടാവാം. കൂടുതൽ സ്മാർത്ഥബ്രാഹ്മണരായ ഗൃഹസ്ഥർ ഈ ഒരു സാധനാ പദ്ധതിയിലേക്ക് ആകൃഷ്ടരാവാൻ തുടങ്ങിയതും മറ്റൊരു കാരണമാവാം. നിരന്തരം അഭ്യസിക്കേണ്ട ഹഠയോഗാദി ക്രിയകളും കഠിനമായ കുണ്ടലിനി സാധനയും ഒരു ഗൃഹസ്ഥാശ്രമിക്ക്, അതായത് വിവാഹിതനായി കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്ക് സാധിക്കുന്ന കാര്യമല്ലല്ലോ. മാത്രമല്ല, പരദേവതയായ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവി തൻ്റെ ഭക്തർക്ക് മോക്ഷം മാത്രമല്ല ഇഹത്തിനു വേണ്ട ഭോഗവും പ്രദാനം ചെയ്യുന്ന ഒരു അനുഗ്രഹദായികയായി, ഭോഗമോക്ഷദായിനി അഥവാ ഭുക്തിമുക്തിപ്രദായിനിയായി അറിയപ്പെടാൻ തുടങ്ങിയതോടെ കുടുംബഭാരവും അതിൻ്റെ ചുമതലകളും പേറി തന്നെ ആശ്രയിച്ചിരിക്കുന്ന ബന്ധുസന്തതികളുടെ പരിപാലന ഉത്തരവാദിത്തവും ഏറ്റ് സംസാരിയായി ജീവിതം നയിക്കുന്ന ഒരു ഗൃഹസ്ഥന് വൈരാഗ്യത്തിൻ്റെ മുക്തിമാർഗം എന്നത് അപ്രായോഗികവും അപ്രസക്തവുമാവാനും തുടങ്ങിയിട്ടുണ്ടാവാം. കായസാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ളതാണ് പൂർവ്വസാമയികരുടെ അനുഷ്ഠാനമാർഗം. അവരുടെ മന്ത്രജപം എന്നത് തന്നെ സൂക്ഷ്മ ശരീരത്തിലെ ആധാരചക്രങ്ങളുമായി ഏകോപിച്ചുള്ള ഒരു അനുഷ്ഠാനവുമാണല്ലോ. സുഭഗോദയ സ്തുതിയിലും ശ്രീ ലക്ഷ്മീധരാചാര്യരുടെ വ്യാഖ്യാനത്തിലും ഇത് വിവരിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുമാണ്. എന്നാൽ ഗൃഹസ്ഥരായ ഉപാസകർ ഈ സമയമാർഗ സാധന ഏറ്റെടുത്തതോടെ ഗുരുക്കന്മാരും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവർ ആയിട്ടുണ്ടാവണം. അങ്ങനെ സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ട ഈ കഠിനമായ സാധനാ പദ്ധതി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ദുസ്സഹമായി തീർന്ന് കാലക്രമേണ ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഇന്ന് സമയമാർഗത്തിൻ്റെ അവസ്ഥ എന്താണ്? അസംഖ്യം സമ്പ്രദായങ്ങളായി വ്യാപിച്ചിരിക്കുകയാണ് സമയാചാരം. പൂർവ്വസമയാചാര സാധനയുടെ ചില അംശങ്ങളെ പ്രതീകാത്മകവും ആചാരപരവുമായ രൂപങ്ങളിൽ മാത്രം ഉൾക്കൊണ്ട് ഒരു മൃദു സാധനയായി തീർന്നിരിക്കുകയാണ് സമയമാർഗം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. തീവ്രമായ
ഒരു ആത്മീയ പരിവർത്തനത്തിൽ ലക്ഷ്യം വെച്ചുള്ള യോഗ സാധന എന്ന സ്ഥാനമൊക്കെ അതിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ആന്തരിക സമാരാധനയായി ചെയ്യുന്നവ കൂടി യഥാർത്ഥത്തിൽ ബാഹ്യപൂജയുടെ പരിധിയിൽ പെടുന്നവയാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൈപുണ്യവും യോഗ്യതയും തെളിയിച്ച് തക്കതായ ആചാര്യന്മാർ കുറഞ്ഞു ക്രമേണ തീരെ ഇല്ലാതെ പോയത് തന്നെ ആയിരിക്കണം. ഇന്ന് ആധാരചക്രങ്ങളുടെ ധ്യാനം എന്ന് പറയുന്നത് കേവലം സങ്കല്പം മാത്രമാണ്. അതായത് ആ ഓരോ ചക്രങ്ങളും സ്ഥൂല ശരീരത്തിൻ്റെ ഓരോ സ്ഥാനത്ത് ഉള്ളതായി ഭാവന ചെയ്തുകൊണ്ടുള്ള ഒരു ധ്യാന രീതി. സൂക്ഷ്മ ശരീരത്തിൻ്റെ അനുഭൂതിയിൽ കൂടിയുള്ള ഷഡ്ചക്ര ധ്യാനവും കുണ്ടലിനി സാധനയും ഇന്നുണ്ടോ എന്നത് സംശയമാണ്. ഒരു കാലത്ത് തീവ്ര സാധകർ അനുഷ്ഠിച്ചിരുന്ന ഗൗരവതരമായ യോഗസാധന ഇന്ന് പ്രതീകാത്മകമായ മാനസിക സങ്കല്പ പൂജയായി ചുരുങ്ങി എന്നതാണ് സത്യം. ഇതിനൊരു ഉദാഹരണം പറയാം. യോഗിനി ഹൃദയത്തിലെ ഒരു ശ്ലോകത്തിന് 2 വേറിട്ട കാലങ്ങളിൽ ജീവിച്ചിരുന്ന 2 ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ കൂടി ഇത് മനസ്സിലാക്കാൻ കഴിയും. ഒരു ആചാര്യൻ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ അമൃതാനന്ദനാഥരും മറ്റൊരു ആചാര്യൻ അദ്ദേഹത്തിന് ശേഷം ഏകദേശം 6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അവതരിച്ച ശ്രീ ഭാസ്കര റായരുമാണ്. യോഗിനി ഹൃദയത്തിലെ 3-ാമത്തെ അധ്യായത്തിലുള്ള സമ്പ്രദായാർത്ഥം വിവരിക്കുന്ന 139 മുതൽ 142 വരെയുള്ള ശ്ലോകങ്ങളുടെ ദീപികാ വ്യാഖ്യാനത്തിൽ ശ്രീ അമൃതാനന്ദനാഥർ മഹാവേദരൂപത്തിൽ ഗുരുമുഖത്തിൽ നിന്നും സ്വീകരിക്കുന്ന കുണ്ടലിനി യോഗസാധനാ സമ്പ്രദായം വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട്. അതായത് സമ്പ്രദായ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രീവിദ്യയുടെ പൂർവ്വസമയാചാരക്രമത്തിൽ കുണ്ടലിനി വിദ്യയുടെ ജ്ഞാനം തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. യോഗിനി ഹൃദയത്തിൻ്റെ ഈ പദ്യങ്ങൾക്കൊക്കെ തൻ്റെ സേതുബന്ധം വ്യാഖ്യാനത്തിൽ ശ്രീ ഭാസ്കര റായരും ഏതാണ്ട് ശ്രീ അമൃതാനന്ദനാഥരെ അനുകരിച്ച് തന്നെയാണ് വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. എങ്കിലും ഒടുവിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യഹ ശാക്താനാം കൗലികാനാം അനുഭവഃ തത്പൂർവകം യഥാഭവതി തഥാ. അതായത് പൂർവകൗലികരായ താന്ത്രിക യോഗികളുടെ അനുഭവമാണ് ഇതെല്ലാം എന്നാണ് ശ്രീ ഭാസ്കര റായർ പറയുന്നത്. പൂർവകൗലിക ശാക്തർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് പൂർവ്വസമയാചാരികളെ തന്നെയാണ്. കുലശക്തിയായ കുണ്ടലിനിയെ യോഗസാധനയിലൂടെ ഉപാസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ. ശ്രീ ഭാസ്കര റായരുടെ കാലത്തിൽ ഈ പൂർവ്വസമയാചാരക്രമം നിലവിലുണ്ടായിരുന്നോ എന്നത് ഉറപ്പില്ല. ശ്രീ അമൃതാനന്ദനാഥർ, ശ്രീ ലക്ഷ്മീധരാചാര്യർ മുതലായ ആചാര്യന്മാർ പരാമർശിച്ചതും സുഭഗോദയസ്തുതി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളതുമായ സമയാചാര സാധന എന്തായിരുന്നു? ഒരു യോഗസിദ്ധനായ ഗുരുവിൻ്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ മൂലബന്ധം, ഉഡ്യാണബന്ധം, ജാലന്ധരബന്ധം മുതലായ യോഗമുദ്രകൾ അഭ്യസിച്ച് ഇടാപിങ്കള നാഡികളിൽ ഭ്രമണം ചെയ്യുന്ന സൂര്യചന്ദ്ര ചൈതന്യങ്ങളുടെ ഗതി നിരോധിക്കുന്നത് വഴി സുഷുമ്നാ നാഡിയിൽ പ്രാണവായുവിൻ്റെ സമ്മർദ്ദം സംഭവിക്കുമ്പോഴാണ് ഷഡ്ചക്രങ്ങളുടെ ജ്ഞാനം, അതാത് സ്ഥാനങ്ങളിലുള്ള ആധാരചക്രങ്ങളുടെ അവബോധം തന്നെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ആധാരചക്രങ്ങളും നാഡികളും ഗ്രന്ഥികളും എല്ലാം നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മ ശരീര സംബന്ധികളാണ്. സാമാന്യനായ ഒരു ഉപാസകന് ഇതൊന്നും നേരിട്ട് അനുഭവപ്പെടാവുന്ന ഒന്നേ അല്ല. കാലം കുറേ കടന്നപ്പോഴേക്കും കൂടുതൽ വേദമന്ത്രങ്ങളും വൈദിക ആചാരങ്ങളും ശ്രീവിദ്യോപാസനയിൽ ഉൾപ്പെടുത്തപ്പെടുകയും കൂടുതലും ബ്രാഹ്മണീയവും ഗൃഹസ്ഥാശ്രമത്തിലുള്ളവർക്ക് യോജിച്ചതുമായ രീതിയിൽ ആ സാധനയ്ക്ക് പരിവർത്തനം സംഭവിക്കുകയും ചെയ്തു. അവൈദികമായ പഞ്ചമകാരാദി വാമാചാരക്രിയകളിൽ നിന്നും വേർപെടുത്തി ആന്തരികമായ ഉപാസനയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മന്ത്രജപ സാധനയായി ശ്രീവിദ്യോപാസനാക്രമം രൂപം കൊണ്ടപ്പോൾ വൈദിക മന്ത്രങ്ങളുടെയും അനുപ്രവേശനം ഈ ഉപാസനാക്രമത്തിൽ സംഭവിച്ചതോടെയാണ് പൂർവ്വസമയത്തിൽ നിന്നും വേറിട്ട സമയാചാരമായി, വേറിട്ട ഒരു ഉപാസനാ പദ്ധതിയായി ഉരുത്തിരിഞ്ഞത് എന്ന് പറയാം. അങ്ങനെ ശ്രീവിദ്യോപാസന സാർവജനീനമായ വിധത്തിൽ ഗൃഹസ്ഥന്മാർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ശ്രീ ലളിതാ സഹസ്രനാമം പോലെയുള്ള സ്തോത്രപാരായണങ്ങളോടുകൂടിയുള്ള ലഘുമന്ത്രജപ ഉപാസനയായി പരിവർത്തനം സ്വീകരിച്ചു. മാത്രല്ല
ശ്രീവിദ്യയുടെ ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരി എന്ന പരദേവതാ സങ്കല്പത്തിന് ശിവശക്തി ഐക്യഭാവം കൂടുതൽ ദൃഢമായി സ്ഥാപിതമായതും അംഗീകൃതമായതും ഈ സമയമാർഗം ക്രമപ്പെട്ടതോടുകൂടിയുമാണ്. 18-ാം നൂറ്റാണ്ടിൽ ശ്രീ ഭാസ്കരരായരുടെ കാലത്തിൽ തന്നെ നിലവിലുണ്ടായിരുന്ന സമയമാർഗം കുണ്ടലിനി സാധനയിൽ അധിഷ്ഠിതമായ ഒന്നായിരുന്നോ എന്നതും ഉറപ്പില്ല. അപ്പോഴേക്കും തന്നെ ശ്രീവിദ്യയുടെ സമയമാർഗത്തിൽ വൈദികവൽക്കരണത്തിന്റെ പ്രക്രിയ തുടങ്ങി ഏതാണ്ട് പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. പരിഷ്കൃതമായ അഥവാ നവീകരിച്ച ഈ സമയമാർഗത്തിലെ അനുഷ്ഠാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ശ്രീചക്ര നവാവരണ പൂജ മുതലായ ആരാധനാക്രിയകൾക്ക് വാമകേശ്വര തന്ത്രം, പരശുരാമകൽപ്പസൂത്രം മുതലായവ പ്രമാണ ഗ്രന്ഥങ്ങളായി. ശ്രീചക്ര പൂജനം എന്നത് ഷഡ്വിധ ഐക്യാനുസന്ധാനം കൈവരിച്ച സാധകന്റെ ശരീരത്തിലെ മണിപൂരകം തൊട്ടും മുകളിലുള്ള ആധാരചക്രങ്ങളിൽ നിന്നും മാറി പരശുരാമകൽപ്പസൂത്രം, വാമകേശ്വരതന്ത്രം മുതലായ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച പ്രകാരം കേവല ബാഹ്യ നവാവരണ പൂജാ ക്രമമായി ചുരുങ്ങി ഒരു പുതിയ പുനരാവിഷ്കൃതമായ പദ്ധതിയായി രൂപം പ്രാപിച്ചു. സൂത്രങ്ങളുടെ ശൈലിയിൽ രചിക്കപ്പെട്ട പരശുരാമകൽപ്പസൂത്രത്തിന് ശ്രീ ഭാസ്കരരായരുടെ ഒരു ശിഷ്യനായ ശ്രീ ഉമാനന്ദനാഥർ നിത്യോത്സവ പദ്ധതി എന്ന പേരിൽ ഒരു വിശദീകരണ ഗ്രന്ഥം ക്രിസ്തുവർഷം 1775 രചിച്ചു. എന്നാൽ പരശുരാമകൽപ്പസൂത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ക്രമങ്ങളുടെ യഥാർത്ഥമായ സാരം വിശദീകരിക്കാൻ നിത്യോത്സവം പര്യാപ്തമായില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ശ്രീ ഭാസ്കരരായരുടെ മറ്റൊരു ശിഷ്യന്റെ ശിഷ്യനായ ശ്രീ രാമേശ്വര സൂരി എന്നൊരു പണ്ഡിതൻ 1831 പരശുരാമകൽപ്പസൂത്രത്തിലെ ഓരോ സൂത്രത്തിൻ്റെയും അർത്ഥം വിശദീകരിച്ച് ഒരു വൃത്തി, അതായത് വൈദികമായ പ്രാമാണ്യം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു വ്യാഖ്യാനം രചിച്ചു. ശ്രീ രാമേശ്വര സൂരി പരശുരാമകൽപ്പസൂത്രത്തിന്റെ ആദ്യത്തെ സൂത്രവ്യാഖ്യാനത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്: സർവതന്ത്രാണാം വേദബാഹ്യത്വ ശങ്ക നിരാസഹ. അതായത് സകല തന്ത്രങ്ങളും വൈദിക അതിർത്തിക്ക് പുറത്താണ് എന്ന ശങ്ക നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ എല്ലാ തന്ത്രങ്ങളും വേദസമൂഹത്തിൽ ഉൾപ്പെട്ടവ തന്നെയാണ് എന്ന് അർത്ഥം. എന്നാൽ ഇന്ന് സമയാചാരത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ നിത്യോത്സവം തന്നെയാണ് ശ്രീചക്ര നവാവരണ പൂജയുടെ, അതായത് തികച്ചും വൈദികമായ രീതിയിൽ നിരവധി വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ശ്രീചക്ര നവാവരണ പൂജയുടെ പ്രധാനമായ ആധാര ഗ്രന്ഥം. അതുകൊണ്ട് ഇന്ന് പ്രാബല്യത്തിലുള്ള ശ്രീചക്ര നവാവരണ പൂജ ചിട്ടപ്പെടുത്തപ്പെട്ടതും ഏകരൂപത്തിലായതും ഒരുപക്ഷെ പരശുരാമകൽപ്പസൂത്രത്തിന്റെ ഈ ഒരു വിശദീകരണ ഗ്രന്ഥം, അതായത് നിത്യോത്സവ പദ്ധതി എഴുതപ്പെട്ട കാലം തൊട്ടായിരിക്കാം. ഇവിടെ മറ്റൊരു രസകരമായ സംഗതി കൂടി പറയാനുണ്ട്. കാശ്മീർ താഴ്വരയുടെ സംഭാവനയായി കരുതപ്പെടുന്ന ത്രിപുരാക്രമത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് രൂപം കൊണ്ട ശ്രീവിദ്യോപാസന ഒടുവിൽ കാശ്മീര ദേശം വരെ വ്യാപിച്ചു എന്നതിനുള്ള തെളിവാണ് 18-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്തിൽ കാശ്മീരിലെ ഝേലം നദിക്കരയിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ശ്രീ ശിവോപാധ്യായ ആചാര്യർ രചിച്ച ശ്രീവിദ്യാ വിവരണ എന്ന ഗ്രന്ഥം. സൗഭാഗ്യ സമ്പ്രദായം എന്ന പേരിൽ ആ ഭാഗങ്ങളിൽ അറിയപ്പെടാൻ തുടങ്ങിയ ശ്രീവിദ്യയുടെ മന്ത്രരാജൻ എന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമായി എഴുതപ്പെട്ട ശ്രീവിദ്യാ വിവരണ ഇന്നും ഹസ്തലിഖിത രൂപത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് അഭിവന്ദ്യ ശ്രീ നവജീവൻ റസ്തോഗി അവർ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീവിദ്യയുടെ പ്രത്യേകമായ ഉപാസനാ സമ്പ്രദായങ്ങളോ ഗുരുപരമ്പരകളോ ആ ഭാഗങ്ങളിൽ നിന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന് നിശ്ചയമില്ല. അദ്വൈത വേദാന്തത്തിലെ ബ്രഹ്മവിദ്യ തന്നെയാണ് ശ്രീവിദ്യ എന്നതാണ് പിൽക്കാലത്ത് ദക്ഷിണ ഭാരതത്തിൽ വികസിതമായ ശ്രീവിദ്യയുടെ നിലപാട്. പ്രത്യേകിച്ച് ശ്രീ ഭാസ്കരരായരുടെ വരിവസ്യാരഹസ്യം, ഭാവനോപനിഷത്ത് ഭാഷ്യം തുടങ്ങിയ കൃതികളിലൊക്കെ ശുദ്ധ അദ്വൈത വേദാന്തത്തിന്റെ താത്വിക വീക്ഷണത്തിൽ കൂടി ശ്രീവിദ്യയെ കാണാനുള്ള ഒരു സമീപനം ശ്രദ്ധേയമാണ്. ശ്രീ ഭാസ്കരരായർ ഈ സമീപനത്തിന് മുഖ്യമായും ആശ്രയിച്ചത് അദ്ദേഹത്തിന്റെ കാലത്തിന് ഏകദേശം 200 വർഷം മുൻപ് ജീവിച്ചിരുന്ന ശ്രീ അപ്പയ്യ ദീക്ഷിതരുടെ രത്നത്രയ പരീക്ഷ എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള ചില പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത്തരത്തിൽ അദ്വൈത വേദാന്തത്തിന്റെ ഘടനയിൽ ശ്രീവിദ്യയുടെ സിദ്ധാന്തങ്ങളെ ഒതുക്കിക്കൊണ്ടുള്ള ഒരു സമീപനം
പിന്നീട് ശാക്താദ്വൈതം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ചെന്നൈയിലെ ഗുഹാനന്ദ മണ്ഡലിയുടെ സ്ഥാപകാചാര്യനായ ശ്രീ ചിദാനന്ദനാഥർ 1950 രചിച്ച് ആനന്ദോല്ലാസം എന്ന ശ്രീ കാമകലാവിലാസത്തിൻ്റെ തമിഴ് വ്യാഖ്യാനം ഈ പറഞ്ഞ ശാക്താദ്വൈത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ശ്രീവിദ്യാ പദ്ധതിയുടെ സാങ്കേതികമായ ആശയങ്ങളെ ജീവബ്രഹ്മ ഐക്യപരമായ അദ്വൈത വേദാന്തത്തിൻ്റെ ഘടനയിൽ വൃത്തിയായി ഉൾക്കൊള്ളിക്കുക എന്നതാണ് ശാക്താദ്വൈത ദർശനം ലക്ഷ്യമാക്കുന്നത് എന്ന് ചുരുക്കമായിട്ട് പറയാം. അതായത് ബ്രഹ്മസ്വരൂപിണിയാണ് ശക്തി എന്ന വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുദ്ധ അദ്വൈത വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടി ശ്രീവിദ്യയുടെ സൈദ്ധാന്തിക വശം വിചിന്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ശാക്താദ്വൈതത്തിൻ്റെ രീതി. പക്ഷെ പിൽക്കാലങ്ങളിൽ ഈ ശാക്താദ്വൈതം വൃദ്ധിപ്പെടുത്താനോ ഈ രീതിയിൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിക്കാനോ ആരും ഇല്ലാതെ പോയതുകൊണ്ട് ഈ സിദ്ധാന്തത്തിൻ്റെ വികസനം പൂർണ്ണമായില്ല എന്ന് തന്നെ പറയാം. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. താന്ത്രിക സിദ്ധാന്തം അതിന് നേരെതിരായ അദ്വൈത സിദ്ധാന്തവുമായി ഏകീകരിക്കുക എന്നത് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നത് തന്നെയാണ്. എങ്കിലും വൈദികവൽക്കരണത്തിലൂടെ സംശുദ്ധമായി തീർന്ന മഹോന്നതമായ ശ്രീവിദ്യോപാസന വേദസാരവും ബ്രഹ്മവിദ്യാ സ്വരൂപവുമായിട്ട് തന്നെയാണ് ഇന്ന് വാഴ്ത്തപ്പെടുന്നത്. വേദസാര സ്മൃതാവിദ്യ ശ്രീവിദ്യ നാത്ര സംശയ ആത്മവിദ്യ പരായാസ ബ്രഹ്മവിദ്യ പ്രകീർത്തിത. അതായത് വേദസാരമായി അറിയപ്പെടുന്നതും ബ്രഹ്മവിദ്യയായി പ്രകീർത്തിക്കപ്പെടുന്നതുമായ ശ്രീവിദ്യ പരാശക്തിയായ ശ്രീ മഹാത്രിപുരസുന്ദരീ ദേവിയുടെ ആത്മവിദ്യ തന്നെയാകുന്നു. എന്നുവെച്ചാൽ പരദേവതയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം സിദ്ധിക്കുന്ന മോക്ഷപദവിക്കുള്ള ആത്മ ഐക്യവിദ്യയാണ് ശ്രീവിദ്യ എന്ന് അർത്ഥം. ഇന്ന് സമയാചാരം കൗളാചാരം എന്നീ പദപ്രയോഗങ്ങളുടെ അർത്ഥം തന്നെ വേറെയാണ്. പ്രത്യേകിച്ചും ദക്ഷിണ ഭാരതത്തിൽ സമയാചാരം എന്നത് മാനസിക ജപം, മാതൃകാന്യാസം മുതലായ ന്യാസപ്രക്രിയകൾ, പിന്നെ പരശുരാമകൽപ്പസൂത്രം, നിത്യോത്സവം മുതലായ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ച പ്രകാരമുള്ള ശ്രീചക്ര നവാവരണ പൂജ, യജനം മുതലായ അനുഷ്ഠാനങ്ങൾ മാത്രമാണ്. ഇവയൊക്കെ കൂടുതൽ പ്രതീകാത്മകവും ഔപചാരികമായ അനുഷ്ഠാനങ്ങളുമാണ്. ഭക്തിയിൽ മാത്രം അടിയുറച്ച ഒരു ഉപാസനാക്രമമാണ് ഇന്ന് ശ്രീവിദ്യോപാസനയുടെ മന്ത്രജപ സാധന എന്ന് പറയാം. ദീക്ഷ നൽകിയ ഗുരുവിനും ആ ഗുരു പരമ്പരയ്ക്കും അർപ്പിക്കപ്പെടുന്ന സർവപ്രമുഖതയും പൂജനീയതയും ഇന്നും ശ്രീവിദ്യാസമ്പ്രദായത്തിൻ്റെ ശ്രേഷ്ഠമായ സവിശേഷത തന്നെയാണ്. ഗുരുസമ്പ്രദായത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഗുരുപാതുകകൾ മാനിക്കപ്പെടുന്നത് എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. ശ്രീവിദ്യയിൽ ദീക്ഷിതനായ ഉപാസകന് വൈദിക മന്ത്രങ്ങൾ ജപിക്കാൻ അധികാരമുണ്ട് എന്ന ശ്രീ ലക്ഷ്മീധരാചാര്യരുടെ പ്രമാണം സമയാചാരികൾ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് യജ്ഞോപവീതം സ്വീകരിച്ച് ഗായത്രി ദീക്ഷ കൈക്കൊള്ളുന്നത് പോലെയുള്ള ക്രിയാകലാപങ്ങളൊന്നും പൊതുവെ സമയമാർഗത്തിൽ നിലവിലില്ല. പഞ്ചദശി ഉപദേശം കിട്ടിയ ശ്രീവിദ്യാ ദീക്ഷിതന് നവാവരണ പൂജയിൽ പ്രയോഗിക്കുന്ന സകല വേദമന്ത്രങ്ങളും അതുപോലെ തന്നെ വൈദികമായ ശാക്തോപനിഷത്തുകളുടെ പാരായണവും ചെയ്യാവുന്നതാണ്. അപ്പോൾ ശ്രീവിദ്യോപാസനയുടെ സമ്പൂർണ്ണ വികസന രൂപം പുരാതന കാലത്തെ കുലമാർഗത്തിൻ്റെ ആദിഘട്ടത്തിൽ നിന്ന് ആരംഭിച്ച് ത്രിപുരാക്രമം എന്ന പഥത്തിലൂടെ കടന്ന് പൂർവ്വസമയമാർഗം എന്ന കഠിനമായ സാധനാചര്യയായി കുറേ കാലം തുടർന്ന് അവസാനം ഇന്ന് ദക്ഷിണാചാര രൂപത്തിൽ ഗൃഹസ്ഥാശ്രമികളെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള സമയമാർഗമായി പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നത് ഈ രീതിയിലായിരിക്കാം എന്ന് ഇങ്ങനെ ഏകദേശമായി നമുക്ക് നിർണയിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ശ്രീ ഗുരുചരണാരവിന്ദാർപ്പണമസ്തു. നമസ്കാരം.